Hi friends, welcome all of you. This is Reena V. George from RVG Insights. 2025 US വിസ റൂൾ ചേഞ്ചസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓൾറെഡി ജനറൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ലിങ്ക് സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ആക്ട് 2025 US ഗവൺമെൻറ് വലിയ പോളിസി ഷിഫ്റ്റാണ് വരുത്തിയിരിക്കുന്നത്. സ്റ്റുഡൻറ് വിസ, വർക്ക് വിസ, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്, ഫാമിലി വിസ എന്നിവയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പ്രത്യേകമായി വർക്ക് വിസ, H1B ആൻഡ് L1 വിസാസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. H1B എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ. അത് ഓൾഡ് റൂൾസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി മതിയായിരുന്നു. ന്യൂ ചേഞ്ചസിൽ അത് പോരാ. ഈ പർട്ടിക്കുലർ ജോബിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് വേണമെന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത മാറ്റം ജോബ് ടൈറ്റിൽ. ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അത് മാത്രം മതിയായിരുന്നു സ്പെഷ്യാലിറ്റി പ്രൂവ് ചെയ്യുന്നതിന്. പക്ഷേ ഇപ്പോൾ ജനറൽ റോൾസ് ലൈക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ മാത്രം അക്സെപ്റ്റ് ചെയ്യില്ല. എന്നാൽ AI, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ്, ഡാറ്റ സയൻസ്, ബയോടെക്, മെഡിക്കൽ ഇമേജിംഗ് എന്നിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിരാകരിക്കപ്പെടും. അടുത്തത് സ്റ്റാഫിംഗ് ഫേംസിന് വർക്കേഴ്സിനെ ക്ലയൻറ്റ് സൈറ്റുകളിൽ പ്ലേസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഹയർ RFE, അതായത് റിക്വസ്റ്റ് ഫോർ എവിഡൻസ് ആവശ്യപ്പെടുന്നു. ക്ലയൻറ്റ് ലെറ്റേഴ്സ്, കോൺട്രാക്ട്സ്, പ്രോജക്റ്റ് റിപ്പോർട്ട്സ് ഇതെല്ലാം ആവശ്യമായി വരുന്നു. സ്ക്രൂട്ടിനി കൂടുതൽ ടഫാക്കിയിരിക്കുന്നു. കൂടുതലായിട്ട് ലോട്ടറി സ്ട്രക്ചർ ബെനിഫിഷ്യറി സെൻട്രിക് ആക്കിയിട്ടുണ്ട്. 1 എൻട്രി പെർ ഇൻഡിവിജ്വൽ. മറ്റൊന്ന് I-129 അപ്ഡേറ്റഡ് വേർഷൻ ആണ് 2025 ജാനുവരി മുതൽ യൂസ് ചെയ്യേണ്ടത്. ഇന്ത്യൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ഒന്ന്, സെൽഫ് സ്പോൺസേർഡ് സ്റ്റാർട്ടപ്പിന് ഗ്യാപ്പ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ വിസ ലഭ്യമാകും. H1B, L1 വിസകൾക്ക് വാലിഡിറ്റി പീരിയഡ് 3 to 6 years വരെ ലഭ്യമാകും എന്നതാണ് മറ്റൊരു ബെനിഫിറ്റ്. അടുത്തത് നമുക്ക് L1 ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വിസാസിലെ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ് ഓർ എംപ്ലോയീസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് നോളജ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു പഴയ റൂൾ അനുസരിച്ച്. സ്പെഷ്യലൈസ്ഡ് നോളജിൻ്റെ ഡെഫിനിഷൻ ബ്രോഡായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ റൂളിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് കുറച്ചുകൂടി നാരോ ആക്കി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കണം, ക്രിട്ടിക്കൽ ആൻഡ് നോട്ട് ഈസിലി അവൈലബിൾ ഇൻ US വർക്ക് ഫോഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ പ്രൊപ്രൈറ്ററി സിസ്റ്റംസിനെ കുറിച്ചുള്ള അറിവ് വളരെ യുണീക്ക് ആണെന്നും അത് US വർക്ക് ഫോഴ്സിന് എളുപ്പത്തിൽ പകർത്താനാകില്ല എന്നും പ്രൂവ് ചെയ്യണം. ട്രെയിനിങ് റെക്കോർഡ്സ്, പേറ്റൻസ്, പ്രൊപ്രൈറ്ററി പ്രോജക്ട്സ് എന്നതിനെല്ലാം എവിഡൻസ് വേണം. മിസ്യൂസ് തടയുന്നതിന് കൂടുതൽ ഓഡിറ്റുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല അറിവുള്ള ഇന്ത്യൻ പ്രോജക്റ്റ് മാനേജർക്ക് എളുപ്പത്തിൽ പോകാമായിരുന്നു ഓൾഡ് റൂൾ അനുസരിച്ച്. പക്ഷെ ഇപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പ്രത്യേകമായ അറിവുണ്ട് എന്നും അത് US വർക്കേഴ്സിന് അത്ര ഈസിയായി റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും പ്രൂവ് ചെയ്യണം. ഇത്തരത്തിൽ ജനറൽ IT ജോബ്സിന് അപ്രൂവൽ കുറച്ചുകൂടി ഹാർഡറാകും. മറ്റൊന്ന്, എക്സ്ട്രാ പേപ്പർ വർക്കുകൾ വേണ്ടി വരും. കൂടുതൽ എവിഡൻസുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, AI, ഡാറ്റ സയൻസ്, ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി, ബയോടെക്, ഹെൽത്ത് കെയർ IT ഇങ്ങനെ മോർ സ്പെസിഫിക് ആയിട്ടുള്ള മേഖലകളിൽ അറിവ് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കും. സ്റ്റാഫിംഗ് ഫേംസ്, ഔട്ട്സോഴ്സിംഗ് സെറ്റപ്പ് എല്ലാം കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രൂട്ടിനി ഫേസ് ചെയ്യേണ്ടി വരും.
ഇനി നമുക്ക് സ്റ്റുഡൻറ് വിസാസ് FMJ വിസകൾക്കുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. F1 വിസ ഓൾഡ് റൂളിൽ ഫൈനാൻഷ്യൽ പ്രൂഫ്, അതിനുവേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ 1 ഇയർ ട്യൂഷൻ ഫീസ് പ്ലസ് ലിവിംഗ് എക്സ്പെൻസസ് മതിയായിരുന്നു. സംടൈംസ് സ്പോൺസർ അഫിഡവിറ്റ് മതിയാകുമായിരുന്നു. പക്ഷേ ന്യൂ ചേഞ്ചസ് അനുസരിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫുൾ പ്രോഗ്രാം ഫണ്ടിങ് 2 to 4 ഇയേഴ്സ് വേണം. ലിക്വിഡ് ഫണ്ട്സ് പ്രിഫർ ചെയ്യുന്നു. അതായത് സേവിങ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, സ്കോളർഷിപ്സ് എന്നിവ. അതുപോലെ ബാങ്ക് ലെറ്റേഴ്സ്, ടാക്സ് റിട്ടേൺസ് എന്നിവയുടെ വെരിഫിക്കേഷൻ ആവശ്യമാണ്. സ്പോൺസർഷിപ്പിന് സ്ക്രൂട്ടിനി വളരെ സ്ട്രിക്റ്റ് ആക്കി. ലോൺസ് അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ക്ലിയർ ആയിട്ടുള്ള റീപേയ്മെന്റ് പ്ലാൻസ് കാണിക്കേണ്ടത്. ഇനി സ്റ്റഡി പ്ലാൻ. ജനറൽ ഐ വോണ്ട് ടു സ്റ്റഡി ഇൻ USA എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റഡ് ആകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈ ദിസ് പ്രോഗ്രാം ഓർ വൈ ദിസ് യൂണിവേഴ്സിറ്റി എന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യണം. വൈ US എന്ന് തന്നെ ക്ലിയർ ആക്കണം. മറ്റൊന്ന് കോഴ്സ് ചോയ്സ്. എന്തുകൊണ്ട് എന്ന ചോദ്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കോഴ്സ് കരിയർ ഗോൾസ് ലിങ്ക് ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യണം. ഹോം കൺട്രിയുടെ ഫ്യൂച്ചർ ആയിട്ട് ഇതെങ്ങനെ ബന്ധപ്പെടുത്താമെന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. മേജറിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനും എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. അടുത്തത് ടൈസ് ടു ഹോം കൺട്രി. ഓൾഡ് റൂളിൽ സിമ്പിൾ ഫാമിലി ടൈസ് ഓർ പ്രോപ്പർട്ടി പേപ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ട്രോങ് എവിഡൻസ് ആവശ്യമാണ്. ഫാമിലി, പ്രോപ്പർട്ടി, ജോബ് പ്രോസ്പെക്ട്സ്, ഇതിനെല്ലാം സ്ട്രോങ് എവിഡൻസ് വേണം. അടുത്തത് വർക്ക് ഓപ്ഷൻസ് ഓൺ ക്യാമ്പസ് ഓർ OPT. ഓൾഡ് റൂളിൽ സ്റ്റാൻഡേർഡ് OPT അലൗഡ് ആയിരുന്നു. OPT എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. STEM OPT 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. ന്യൂ റൂളിൽ റൂൾസ് എല്ലാം സെയിം ആണ്. പക്ഷേ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഉണ്ടാകും. മറ്റൊരു ബെനിഫിറ്റ് F1 സ്റ്റുഡൻസിന് വിസ വാലിഡിറ്റി 5 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്തത് M1 വിസ. M1 വിസ എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ആണ്. സ്റ്റുഡൻസിന് വൊക്കേഷണൽ ഓർ ടെക്നിക്കൽ സ്റ്റഡീസിന് US ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ സാധിക്കും. അതാണ് M1 വിസ. അത് ഓൾഡ് റൂൾ അനുസരിച്ച് പ്രൂഫ് ഓഫ് അഡ്മിഷൻ പ്ലസ് ഫീ സിമ്പിൾ ആയിട്ട് മതിയായിരുന്നു. പക്ഷെ പുതിയ റൂളിൽ വൊക്കേഷണൽ ട്രെയിനിങ് റെലവൻസ് വ്യക്തമായി സ്ഥാപിക്കണം. അതോടൊപ്പം സ്ട്രോങ്ങർ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷനും വേണം. ഹോം കൺട്രിയിൽ ട്രെയിനിങ് ഈസിലി അവൈലബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. M1 വിസ US-ൽ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ബാക്ക്ഡോർ ആയി ഉപയോഗിക്കില്ല എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അടുത്തത് J1 എക്സ്ചേഞ്ച് വിസിറ്റേഴ്സ്. ഫോറിൻ നാഷണൽസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അപ്രൂവ്ഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം. ഓൾഡ് റൂളിൽ ഫണ്ടിംഗ് പ്രൂഫ് സ്പോൺസർ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. 2 ഇയർ ഹോം റെസിഡൻസി റൂൾ ഉണ്ടായിരുന്നു, പക്ഷെ സ്ട്രിക്റ്റ് ആയിരുന്നില്ല. പക്ഷെ പുതിയ റൂളിൽ ഫണ്ട്സിന്റെ പ്രൂഫ് സ്പോൺസറിൽ നിന്നുള്ളതായാലും ഓൺ സേവിങ്സ് ആയാലും സ്ട്രിക്റ്റ് ആയിട്ട് പ്രൂഫ് വേണം. സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ നൽകിയിരിക്കണം. 2 ഇയർ ഹോം റിട്ടേൺ റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കും. അടുത്തത് 2025 ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനുള്ള റൂൾ ചേഞ്ചസ് ആണ്. ഗ്രീൻ കാർഡ് ഏത് സമയത്തും അത് എത്ര കാലമായാലും അസാധുവാക്കാൻ കഴിയുമെന്നതാണ് പുതിയ റൂളിലെ ഒരു പ്രധാന മാറ്റം. അടുത്തത് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആന്റി അമേരിക്കൻ വ്യൂസ് ഉണ്ടോ എന്ന് എപ്പോഴും സ്ക്രീനിങ്ങിന് വിധേയമായിരിക്കും. US ബോർഡേഴ്സിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് കൂടുതൽ ഇന്റൻസ് ആയ ക്വസ്റ്റ്യനിങ് ഫേസ് ചെയ്യേണ്ടി വരും. മെയ് 29, 2025 മുതൽ 01/20/25 എഡിഷൻ I-90 ഫോം മാത്രമേ USCIS സ്വീകരിക്കുകയുള്ളൂ. അതൊരു മാറ്റമാണ്. മറ്റൊന്ന് മെഡിക്കൽ എക്സാം ഫോം I-693 റീസെന്റ് ആയിരിക്കണം. അതായത് 2023 നവംബർ 1 ശേഷം സൈൻ ചെയ്തതായിരിക്കണം.
അടുത്തത് ബയോമെട്രിക്സ് ഏപ്രിൽ 11, 2025 മുതൽ കമ്പൽസറി ആയിരിക്കും. ഡിസംബർ 31, 2025 മുതൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അതർ കൺട്രീസിലേക്ക് ഫിസിക്കൽ മണി ട്രാൻസ്ഫർ നടത്തിയാൽ 1% ടാക്സ് നൽകേണ്ടി വരും. അപ്പോൾ ഡിജിറ്റൽ ആയി ട്രാൻസ്ഫേഴ്സ് നടത്തുന്നതാണ് കൂടുതൽ ഉചിതം. ഓഗസ്റ്റ് 15, 2025 മുതൽ USCIS ചിൽഡ്രൻസ് ഏജ് അണ്ടർ CSPA കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫൈനൽ ആക്ഷൻ ഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതൽ കുട്ടികളെ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് ഇൻഎലിജിബിൾ ആക്കി മാറ്റും. അടുത്തത് 2025 ഓഗസ്റ്റ് 1 മുതൽ മാരേജ് ബേസ്ഡ് ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് കൂടുതൽ സ്ട്രിക്റ്റ് ആയ സ്ക്രൂട്ടിനീസ് ഉണ്ടായിരിക്കും. അടുത്തത് നമുക്ക് ഫാമിലി വിസ ആൻഡ് എൻട്രി റൂൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡ്സ്, അതായത് F1, F2A, F2B, F3, F4 കാറ്റഗറീസ്. ഇവിടെ വന്നിരിക്കുന്ന പ്രധാന ചേഞ്ചസ്: ഫസ്റ്റ് പ്രോസസ്സിംഗ് ഡിജിറ്റൽ ആക്കിയിരിക്കുന്നു. ഫൈനാൻഷ്യൽ സ്പോൺസർഷിപ്പ് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നു. സ്പൗസസിനും മൈനേഴ്സിനുമുള്ള അപ്രൂവൽസ് കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. സിബ്ലിങ്സിനുള്ള സ്ക്രൂട്ടിനി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി ജോയിന്റ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാം തന്നെ ഡിജിറ്റലും കൂടുതൽ സ്ട്രിക്റ്റുമായ വെരിഫിക്കേഷനും ഡിമാൻഡ് ചെയ്യുന്ന റൂൾ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. കൺസോളിഡേറ്റ് ചെയ്താൽ US വിസ ആപ്ലിക്കൻസ് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: 1, നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് നന്നായി ഓഡിറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക. 2, ബഡ്ജറ്റ് കൂടുതൽ കണ്ടെത്തി വെക്കുക. 3, ഡിലേ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ നേരത്തെ അപ്ലൈ ചെയ്യുക. അടുത്തത് സ്ട്രോങ് ആൻഡ് ക്ലിയർ ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുക. എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് US വിസ ആപ്ലിക്കൻസും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സും എപ്പോഴും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയുന്നതിന് ഒഫീഷ്യൽ വെബ്സൈറ്റായ USCIS, അതായത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ വിത്ത് മീ ഫോർ മോർ വീഡിയോസ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.